നോർമലി ക്ലയൻസ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ ടേൺ കീ ആയിട്ടോ അല്ലെങ്കിൽ സബ് കോൺട്രാക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെ ചെയ്താലും നമ്മൾ ആസ് എ ക്ലയൻറ്റ് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡ്രോയിങ്സ് വേണമെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ആർക്കിടെക്ചറൽ ഫ്ലോർ പ്ലാൻ ആണ്. ഒരു നല്ല ആർക്കിടെക്റ്റിനെയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിനെ കൊണ്ടുപോയപ്പിച്ചൊരു ഫ്ലോർ പ്ലാൻ. അടുത്തതായി വേണ്ടത് അതിൻ്റെ ഒരു 3D എലിവേഷൻ ആണ്. കൃത്യമായി നമുക്ക് നമ്മൾ ആഗ്രഹിച്ച വീടാണോ അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിലാണോ എന്നറിയാൻ ഈ 3D ഉപയോഗപ്പെടും. വേണ്ടത് അതിൻ്റെ ആർക്കിടെക്ചറൽ വർക്കിംഗ് ഡ്രോയിങ് ആണ്. ഓരോ സ്റ്റേജിലും ഏതൊക്കെ രീതിയിലാണ് കൺസ്ട്രക്ഷൻ നടത്താനുള്ളത് എന്ന് ഈ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെയാണ് ആ വീടിൻ്റെ സ്ട്രക്ചറൽ സൈഡ് നോക്കാൻ വേണ്ടി സ്ട്രക്ചറൽ വർക്കിംഗ് ഡ്രോയിങ്സും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു BOQ ആണ്. കറക്റ്റായ പ്രോപ്പറായ പ്ലാനിന് ശേഷം നല്ലൊരു എഞ്ചിനീയറിനെ കൊണ്ട് എസ്റ്റിമേഷൻ എടുപ്പിക്കുക. എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആയിരിക്കും വേണ്ട, എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്നുള്ളത്. ഒരു കൺസ്ട്രക്ഷൻ സമയത്ത് ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും ആസ് എ ക്ലയൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും.